എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പെർമനന്റ് അഡ്മിഷനാണ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ടത്, ആരൊക്കെയാണ് പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരിക, അതുപോലെ തന്നെ അലോട്ട്മെന്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെ പെർമനന്റ് അഡ്മിഷൻ എടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പറയുന്നത്. ടെമ്പററി അഡ്മിഷനെ കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളുടെ സൗകര്യത്തിനനുസരിച്ച് കൃത്യമായിട്ട് ഈ ഒരു എന്താണ് ടെമ്പററി എന്താണ് പെർമനന്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ 2 വീഡിയോ ചാനൽ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടെമ്പററി അഡ്മിഷനെ കുറിച്ച് അറിയണമെങ്കിൽ ആ ഒരു വീഡിയോ കാണുക, പെർമനന്റ് അഡ്മിഷനെ കുറിച്ചാണ് അറിയേണ്ടതെങ്കിൽ ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടത് എന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ HSCAP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, അതായത് hscap.kerala.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് സ്ക്രീന് കാണാൻ പറ്റുക. നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ SWS, കാൻഡിഡേറ്റ് ലോഗിൻ MRS, കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നിങ്ങനെയുള്ള ലിങ്കുകൾ കാണാൻ പറ്റുന്നതായിരിക്കും. SWS എന്ന് പറഞ്ഞാൽ മെറിറ്റ് സീറ്റാണ്, MRS എന്ന് പറഞ്ഞാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളാണ്, അതുപോലെ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സ്പോർട്സ് കോട്ടയാണ്. അപ്പോൾ ഞാനിപ്പോൾ സ്പോർട്സ് കോട്ടയില്ല മെറിറ്റ് കോട്ട മാത്രമേ അപേക്ഷിച്ചിട്ടുള്ളൂ, അതായത് SWS മാത്രമേ ആ ഒരു ലിങ്ക് ഉപയോഗിച്ച് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ എങ്കിൽ ഞാൻ ആ ഒരു ലിങ്കിലെ റിസൾട്ട് പരിശോധിച്ചാൽ മതി. നിങ്ങൾ ഈ ഒരു SWS അതുപോലെ MRS അതുപോലെ സ്പോർട്സ് എന്നിങ്ങനെയുള്ള വിവിധ കാൻഡിഡേറ്റ് ലോഗിനുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ആ ഒരു ലോഗിൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ലോഗിൻ ചെയ്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഞാനിപ്പോൾ SWS അതായത് മെറിറ്റ് കോട്ടയിൽ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം എൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുന്നു, പാസ്വേഡ് കൊടുക്കുന്നു, അതുപോലെ തന്നെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, അത് ഏത് ജില്ലയിലാണ് ഞാൻ കൊടുത്തത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പ്രൊഫൈലിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രൊഫൈലിൽ നിങ്ങൾക്ക് പച്ച കളറിൽ കൺഗ്രാറ്റുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നതെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാം. അതുപോലെ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സോറി യു ഹാവ് നോ ചേഞ്ചസ് എന്നാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എവിടെയും കിട്ടിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ആയിരുന്നാലും കിട്ടാത്ത വിദ്യാർത്ഥികൾ ആയിരുന്നാലും നിങ്ങൾക്ക് അവിടെ ആ ഒരു പ്രൊഫൈൽ പേജിൽ ലിങ്ക്സ് എന്നുള്ള ഭാഗത്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിൽ വെൽക്കം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ കൺഗ്രാറ്റുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സോറി എന്ന് പറഞ്ഞുകൊണ്ട് യു ഹാവ് നോ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സോറി യു ഹാവ് നോ ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് കാണുന്നവർ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അതായത് അവിടെ മറ്റൊരു ലിങ്ക് കൂടി കാണാൻ പറ്റുന്നതാണ്, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുള്ള ലിങ്ക് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ബാക്കിയുള്ള അതായത് തേർഡ് അലോട്ട്മെൻറ്റിന് പരിഗണിക്കാൻ സാധ്യതയുള്ള ഓപ്ഷനുകളുടെ റാങ്ക് ഡീറ്റെയിൽസ്, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസും മനസ്സിലാക്കാൻ പറ്റുന്നതും അതിൽ നിന്നും നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ എവിടെ കിട്ടാനാണ് സാധ്യത എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. ഇനി വിദ്യാർത്ഥികളിൽ ആരൊക്കെയാണ് പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടി വരിക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല, അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത്, അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടി വരിക. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ രണ്ടാമത്തെയോ മറ്റേതെങ്കിലും ഓപ്ഷനോ ആണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പെർമനൻറ്റ് അഡ്മിഷൻ അവിടെ എടുക്കാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടാണ് അഡ്മിഷൻ നേടേണ്ടതെങ്കിൽ ടെമ്പററി അഡ്മിഷനും എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതായത് ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ മാത്രമാണ് പെർമനൻറ്റ് അഡ്മിഷൻ, രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ അതായത് ഒന്നാമത്തെ ഓപ്ഷൻ അല്ലാതെ ഏത് ഓപ്ഷൻ കിട്ടിയാലും നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ ആവശ്യമെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കാം. വേണ്ടവർക്ക് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ നേടാനും ഉള്ള സൗകര്യം ലഭ്യമാണ്. പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ
ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഞാൻ ഒരു സ്കൂളിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുണ്ട്, അപ്പോൾ അങ്ങനെയെങ്കിൽ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷനായിട്ട് നേടിയിട്ടുണ്ട്, അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഞാൻ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്ക് 5ാമത്തെ ഓപ്ഷനിലായിരുന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ അവിടെ നേടിയിട്ടുണ്ടായിരുന്നത് പെർമനൻറ്റ് അഡ്മിഷനാണെന്ന് വിചാരിക്കാം. അപ്പോൾ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് എവിടെയും കിട്ടിയിട്ടില്ല, അതായത് സോറി യു ഹാവ് നോ ചേഞ്ചസ് എന്നാണ് കാണുന്നത്. അതായത് എനിക്ക് പുതുതായിട്ട് എവിടെയും കിട്ടിയിട്ടില്ല എന്നുള്ളത് കാരണം കൊണ്ട് തന്നെ ഞാൻ ആ ഒരു 5ാമത്തെ ഓപ്ഷനിൽ തന്നെ ആ ഒരു പെർമനൻറ്റ് അഡ്മിഷനായിട്ട് തന്നെ തുടരുകയാണ് ചെയ്യുക. ഇനി അതേസമയം ഞാൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇവിടെ ടെമ്പററി ആയിട്ടാണ് അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നത്, എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു 5ാമത്തെ ഓപ്ഷനിൽ എനിക്ക് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കണം, അതായത് 5ാമത്തെ ഓപ്ഷൻ എനിക്ക് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ രക്ഷിതാവിനെയും കൂട്ടിയിട്ട് സ്കൂളിൽ പോവുക, അതുപോലെ അഡ്മിഷൻ ഫീസ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അഡ്മിഷൻ ഫീസ് സ്കൂളിൽ പോയിട്ട് അടച്ചിട്ട് എനിക്ക് അവിടുത്തെ ആ ഒരു സീറ്റ് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് ടെമ്പററി അഡ്മിഷനിൽ തന്നെ തുടരാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 5ാമത്തെ ഓപ്ഷൻ കിട്ടി. അപ്പോൾ ഞാൻ ഇവിടെ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടിയിട്ടുണ്ടായിരുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ പെർമനൻറ്റ് അഡ്മിഷനാണ് ഞാൻ നേടിയിട്ടുള്ളത് എങ്കിൽ എനിക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടി. അപ്പോൾ മറ്റൊരു ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് എൻ്റെ ആ ഒരു അഡ്മിഷൻ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമായിരിക്കും, എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ഓപ്ഷൻ എനിക്ക് വേണ്ട, എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ആ ഒരു ഓപ്ഷൻ മതി, ഞാനവിടെ പെർമനൻറ്റ് അഡ്മിഷനാണ് നേടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് ആ ഒരു സീറ്റിൽ തുടരാനായിട്ട് പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഒരിക്കലും സാധിക്കുന്നതല്ല. കാരണം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ 5 ഓപ്ഷനുകൾ കൊടുത്തു, അതിൽ 5ാമത്തെ ഓപ്ഷൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ 2ാമത്തെ ഓപ്ഷൻ കിട്ടി. അങ്ങനെയെങ്കിൽ ഇതിന് താഴെയുള്ള എല്ലാവരുടെ ഓപ്ഷനും റിമൂവ് ചെയ്യും, അതായത് ഇവിടെ അഡ്മിഷൻ ഉണ്ടെങ്കിൽ കൂടി അത് റദ്ദ് ചെയ്യപ്പെടും. റദ്ദ് ചെയ്ത് പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എവിടെയാണോ ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം, അതല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ പെർമനൻറ്റ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതാണ്. അതായത് 1ാമത്തെ ഓപ്ഷനിലേക്കാണ് കിട്ടിയതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനും 2ാമത്തെയോ അതിന് താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനുമാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാം, ആവശ്യമുള്ളവർക്ക് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കാവുന്നതുമാണ്. ഇനി പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ എങ്ങനെയാണ് അഡ്മിഷനായിട്ട് പോവേണ്ടത് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും, അതായത് SSLC സർട്ടിഫിക്കറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അതിൻ്റെ കോപ്പിയും TCയും അതുപോലെ സ്വഭാവ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആദ്യത്തെ സ്കൂളിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 2ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആ ഒരു സെയിം സ്കൂളിലെ തന്നെ മറ്റൊരു ഓപ്ഷനിലേക്കാണെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ A എന്ന സ്കൂളാണ് 5ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. 5ാമത്തെ ഓപ്ഷനിൽ എനിക്ക് കിട്ടിയത് ഹ്യൂമാനിറ്റീസ് ആണ്. അപ്പോൾ അടുത്തതായിട്ട് 2ാമത്തെ ഓപ്ഷനും A എന്ന സ്കൂൾ തന്നെയാണ്. അതിനുശേഷം അവിടെ കിട്ടിയത് എനിക്ക് ബയോളജി സയൻസ് ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് ആ സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോഴ്സ് മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ വല്ല ഫീസും പെർമനൻറ്റ് അഡ്മിഷൻ നേടിയവർക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ രക്ഷിതാവിനെ കൂട്ടിയിട്ട് സ്കൂളിൽ പോവുക. സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്കിങ്ങനെ ആ ഒരു സ്കൂളിൽ മറ്റൊരു കോഴ്സിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടി എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ അലോട്ട്മെൻറ്റ് ലെറ്ററും എടുത്തുകൊണ്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അവിടെ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ അഡ്മിഷൻ ഫീസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചില കോഴ്സുകൾക്ക് മാത്രമാണ് എക്സ്ട്രാ അഡ്മിഷൻ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ എന്തെങ്കിലും ഫീസ് ഉണ്ടെങ്കിൽ ആ ഒരു ഫീസ് കൂടി അടച്ചുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ആ ഒരു ഓപ്ഷനിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടത് നിർബന്ധവുമാണ്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ സെയിം സ്കൂളിലെ മറ്റൊരു ഓപ്ഷനിലേക്കാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാരൻറ്റിനെയും കൂട്ടിയിട്ട് സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു സീറ്റിലേക്ക് പുതുതായിട്ട് കിട്ടിയ സീറ്റിലേക്ക് നിങ്ങളുടെ അഡ്മിഷൻ മാറ്റേണ്ടതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ഓപ്ഷൻ എന്ന് പറയുന്നത് സെയിം സ്കൂളിലെ തന്നെ മറ്റൊരു ഓപ്ഷൻ ആയിരിക്കില്ല, അതേസമയം മറ്റൊരു സ്കൂളിലേക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ആ മറ്റൊരു സ്കൂളിലേക്കാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ സ്കൂളിൽ പോവുക, നിങ്ങളുടെ പേരൻറ്റിനെയും കൂട്ടിയിട്ട് പോവുക. അതിനുശേഷം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് തിരിച്ചു തരും, അതുപോലെ തന്നെ PTA ഫണ്ട്, അതുപോലെ തന്നെ PTA ഡൊണേഷൻ, ഇതുപോലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ്. അഡ്മിഷൻ ഫീസ് തിരിച്ചു തരുന്നത് ആയിരിക്കില്ല. അതിന് പകരം നിങ്ങൾ ഈ ഒരു പുതുതായിട്ട് അഡ്മിഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ സ്കൂളിലേക്ക് അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് ഈ ഒരു സ്കൂളിൽ നിന്ന് തിരിച്ചു തന്ന ഡോക്യുമെൻറ്റ്സ്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ PTA ഫണ്ട്, PTA
ഡൊണേഷൻ, അതുപോലെ തന്നെ അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് എന്നിവ സഹിതം പോയിട്ട് അഡ്മിഷൻ നേടുക. അഡ്മിഷൻ നേടുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിച്ച കോഴ്സ് ഹയർ കോഴ്സുകൾ ആണെങ്കിൽ, അതായത് ഇപ്പോൾ ഹ്യൂമാനിറ്റീസിൽ ബയോളജി സയൻസ് ഒക്കെ ആണെങ്കിൽ അതൊരു ഹയർ കോഴ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു ഹയർ ആയിട്ടുള്ള കോഴ്സിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ ആ ഒരു കോഴ്സ് മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് കൂടി വരും. അപ്പോൾ ആ 200 അല്ലെങ്കിൽ ഒരു 300 മാത്രമേ എക്സ്ട്രാ ആയിട്ട് ഫീ പേയ്മെൻറ്റ് വരത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടിയ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ ഒന്നുകിൽ ടെമ്പററി ആയിട്ടോ അതല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടേണ്ടതാണ്. ഇനി പെർമനൻറ്റ് അഡ്മിഷന് പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. പെർമനൻറ്റ് അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് ആദ്യം തന്നെ അലോട്ട്മെൻറ്റ് ലെറ്റർ എടുക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ട്രയൽ അല്ല ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അത് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും അതുപോലെ അടിയിലായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ലിങ്ക്സ് എന്നുള്ള ഭാഗത്ത് കാണാനും സാധിക്കും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് SSLC സർട്ടിഫിക്കറ്റ് ആണ്. അത് ഒറിജിനൽ കിട്ടിയിട്ടില്ലെങ്കിൽ SSLC റിസൾട്ടിൻ്റെ കോപ്പി മതിയാകും. അടുത്തത് TC ആണ്. അടുത്തത് സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്. അത് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ആണ്. അടുത്തത് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ഉണ്ടെങ്കിൽ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ്സ് ആണ്. അതുപോലെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് ആണ്. ടൈ ബ്രേക്ക് എന്ന് പറയുമ്പോൾ ക്ലബ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ NMMS, അതുപോലെ LSS, USS, അതുപോലെ NTS ഇതുപോലുള്ള പരീക്ഷകളുടെ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ നിങ്ങൾ കലോത്സവം, അതുപോലെ തന്നെ സ്പോർട്സ് ഇവയിൽ 1, 2, 3 സ്ഥാനം നേടിയവർ എന്നിങ്ങനെയൊക്കെ, അതുപോലെ അതിലുള്ള പാർട്ടിസിപ്പേഷനുകൾ എന്നിവയ്ക്കൊക്കെയുള്ള ആ ഒരു ടൈ ബ്രേക്കുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻസിൻ്റെ ഡീറ്റെയിൽസ് ആണോ കൊടുത്തത് അതൊക്കെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്നുള്ളത് അതൊക്കെ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് എടുക്കേണ്ടതാണ്. അതുകൂടാതെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉള്ളവർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഒരു 2 ഫോട്ടോ എടുക്കുക. അപ്പോൾ ഇത്രയുമാണ് കോമൺ ആയിട്ട് നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് വേണ്ടത്. അതുകൂടാതെ തന്നെ ഈ ഒരു അഡ്മിഷൻ ഫീസ് കൂടി നിങ്ങൾ എടുക്കേണ്ടതാണ്. അഡ്മിഷൻ ഫീസ്, അതുപോലെ തന്നെ PTA ഫണ്ട്, അതുപോലെ തന്നെ PTA ഡൊണേഷൻ, അതുപോലെ എത്ര ഫീസാണ് വരിക അത്രയും ഫീസാണ് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്താൽ മതിയാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ചില സ്കൂളിൽ ചോദിക്കാറുണ്ട്. റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റിന് പകരം നിങ്ങൾക്ക് റേഷൻ കാർഡ് എടുത്താൽ മതി. റേഷൻ കാർഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ ഒരു കോപ്പി കൂടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. റേഷൻ കാർഡിൻ്റെ കോപ്പി മാത്രമേ സ്കൂളിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാവൂ, അല്ലാതെ ഒറിജിനലൊന്നും കൊണ്ടുപോയിട്ട് കൊടുക്കരുത്. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. റേഷൻ കാർഡിൻ്റെ ഒറിജിനൽ നിങ്ങളുടെ കയ്യിലാണ് വെക്കേണ്ടത്, അതാർക്കും കൈമാറാനായിട്ട് പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ റേഷൻ കാർഡിൻ്റെ കോപ്പിയാണ് സ്കൂളിൽ കൊടുക്കേണ്ടത്. പോകുമ്പോൾ ഒറിജിനൽ കൂടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, എന്നാൽ കോപ്പി മാത്രമേ സ്കൂളിൽ കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എത്ര രൂപയാണോ അഡ്മിഷൻ ഫീസ് വരിക അപ്പോൾ ആ ഒരു ഫീസും എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്ന ഓപ്ഷൻ, അതായത് ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടത്തില്ല. അതേസമയം രണ്ടാമത്തെ മൂന്നാമത്തെ മറ്റേതെങ്കിലും ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടി പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്നതെങ്കിൽ ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടുന്നത് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്ന ഒരു വിദ്യാർത്ഥിക്ക് സ്കൂൾ മാറാനായിട്ട്, അതായത് ഇനി സ്കൂൾ മാറേണ്ടതില്ല എന്ന് തോന്നുന്ന ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ യൂണിഫോം വാങ്ങിക്കാവുന്നതാണ്. അതേസമയം നിങ്ങൾക്ക് സ്കൂളോ കോഴ്സോ മാറണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ യൂണിഫോം നിലവിൽ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കാരണം മറ്റെവിടേക്കെങ്കിലും ട്രാൻസ്ഫറിന് കൊടുക്കാൻ തോന്നിക്കഴിഞ്ഞാൽ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റം കിട്ടുന്ന സമയത്ത് യൂണിഫോമിൻ്റെ പൈസ വെറുതെ വേസ്റ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.